അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തിൽ പൂർണ്ണമായ ശ്രദ്ധ ലഭിക്കാത്ത ഒരാളാണോ നിങ്ങൾ? എത്ര ശ്രമിച്ചിട്ടും നിസ്കാരത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ചിന്തകൾ എവിടേക്കോ പോകുന്നു എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രയാസം ഒരുപാട് പേർക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെപ്പോലെ ഒരുപാട് പേർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതൊരു പ്രശ്നമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസമായിട്ടോ കാണേണ്ടതില്ല. മറിച്ച് നിരന്തരമായ പ്രാക്ടീസുകളിലൂടെ, പരിശീലനത്തിലൂടെ അത് മറികടക്കാനും മാറ്റിയെടുക്കാനും സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാത്തിനും പരിഹാരമുണ്ട്. പ്രത്യേകിച്ച് നിസ്കാരമെന്ന് പറയും നമുക്കറിയാം, പിശാചിന് ഏറ്റവും വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. ഒരടിമ നിസ്കാരത്തിലേക്ക് നിൽക്കുന്നത് തന്നെ പിശാചിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ നിസ്കാരത്തെ ബാത്തിലാക്കാൻ, അല്ലെങ്കിൽ ശ്രദ്ധ തിരിപ്പിക്കാൻ, അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിൽ നിന്ന് അടിമയുടെ ശ്രദ്ധ മാറ്റാൻ പിശാച് കഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഔദു ചൊല്ലി ശൈത്വാനിൽ നിന്ന് കാവൽ തേടണം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലാൻ കഴിയുന്നവർ അത് ചൊല്ലണം. ഇതിലൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാൻ. അത് മുഴുവനായിട്ടും നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അള്ളാഹു നമുക്കെല്ലാവർക്കും നിസ്കാരത്തിൽ ഖുശൂ എന്നാണ് അത് പറയുക, ഭക്തിയോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളത്. മഹാന്മാരുടെ നിസ്കാരം അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അവർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഒരു ചിന്തയും, തേള് കുത്തിയാൽ വരെ അറിയാത്ത മഹാന്മാർ, വീട് ഇടിഞ്ഞു വീണിട്ട്, മുസ്ലിമിന് യസാർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്ത് വീട് പൊളിഞ്ഞു വീണിട്ട് പോലും മഹാനവറുകൾ അറിഞ്ഞിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പം ഖുശൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കുക എന്നുള്ളത് നമ്മൾ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ചെയ്തതുപോലെ, മഹാന്മാർ ചെയ്തതുപോലെ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് നമുക്കറിയാമെങ്കിലും ഒരു പരിധിവരെ നമുക്ക് ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, ബാങ്ക് കേൾക്കും മുതലേ നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ളതാണ്. എങ്ങനെയാണത്? ബാങ്ക് കേൾക്കുന്ന സമയത്ത് ബാങ്കിന് ശ്രദ്ധയോടുകൂടെ ഇജാബത്ത് നൽകുക, ഉത്തരം നൽകുക. ബാങ്കിൻ്റെ ഓരോ ലഫ്ദുകൾക്കും ഉത്തരം നൽകുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ബാങ്ക് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്, ബാങ്കിനെ നമ്മൾ ഗൗനിക്കാറില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ഉത്തരം നൽകി എനിക്ക് നിസ്കരിക്കാനായി എന്നുള്ള ഒരു ചിന്ത അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ട് നമ്മൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബാങ്ക് കേൾക്കും മുതലേ നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. ബാങ്കിന് ഇജാബത്ത് കൊടുക്കുകയും ബാങ്കിന് ശേഷമുള്ള ദുആ ചെല്ലുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ മുതൽ ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് വേണ്ടിയുള്ള ശ്രദ്ധ ഉണ്ടാവണം. മറ്റൊന്ന്, നമ്മൾ പൂർണ്ണമായി നിസ്കാരത്തിന് വേണ്ടി നമ്മുടെ മാനസികമായി ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് നിസ്കാരമാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുക. അപ്പം പൂർണ്ണമായും വുളു എടുക്കുക. വുളു വളരെയേറെ ശ്രദ്ധയോടുകൂടെ ഓരോ അവയവങ്ങളും അതിൻ്റെ ദിക്റുകളും മറ്റും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് കൃത്യമായിട്ട് വുളു എടുക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുള്ളൂ. കാരണം വുളു മുതലേ തുടങ്ങണം. കാരണം പിശാച് വുളു ബാത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നിസ്കാരം ബാത്തിലാവുമല്ലോ. അപ്പോൾ പൂർണ്ണമായിട്ടും അതുകൊണ്ട് വസ്വാസ് ഉണ്ടാകണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. 3 വട്ടം കഴുകി ദിക്റൊക്കെ ചൊല്ലി മുഖവും മുൻകൈയും ഒക്കെ പൂർണ്ണമായിട്ടും കഴുകി, പൂർണ്ണമായ സുന്നത്തുകൾ, പരമാവധി സുന്നത്തുകൾ എടുത്ത് തല മുഴുവനും തടവി, അതുപോലെ തന്നെ കൈകാലുകൾ തിക്കകറ്റി, വിരലുകൾ തിക്കകറ്റി ഒക്കെ കൃത്യമായ സുന്നത്തുകൾ, നമുക്കറിയാവുന്ന സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് വുളുവിനേഷമുള്ള ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് വുളു എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വുളു മുതലേ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങണം. അപ്പോൾ നമ്മൾ നിസ്കാരത്തിലേക്ക് ഡയറക്റ്റ് പോയി നിൽക്കലാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുകയില്ല. നമ്മൾ ബാങ്ക് മുതൽ, ഞാൻ പറഞ്ഞല്ലോ, ബാങ്ക് മുതൽ നമ്മൾ ആരംഭിച്ച് വുളുയിലൂടെ നമ്മൾ കൃത്യമായ വുളു എടുത്തുകൊണ്ട് അപ്പോഴൊക്കെ മനസ്സിലുണ്ടാകുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള മുനാജാത്തിലേക്കാണ് ഞാൻ നിൽക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വിശാലമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. നിങ്ങൾ ഈ ഒരു കാര്യം ഇൻഷാ അല്ലാഹ് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് എത്രത്തോളം പാലിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ കമൻറ്റ് നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹു
നിസ്കാരത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകട്ടെ. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് സംസാരിക്കാം.